നിങ്ങളിപ്പോൾ ഒരു എയർപോർട്ടിലിരിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിന് ഒട്ടും തന്നെ ചാർജ് ഇല്ല, നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ചാർജറും ഇല്ല. സോ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെപ്രാളപ്പെട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ഒരു പബ്ലിക് ചാർജിങ് ബൂത്ത് കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ മൈൻഡിലൂടെ ഓടുന്നത് സമാധാനമായി, ഇനി ഇവിടുന്ന് ഫോൺ ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു, പോകുന്നു. ഇതായിരിക്കും ഒരു. പക്ഷേ ഇതിൻ്റെ പുറകിൽ വളരെ വലിയ ഒരു തട്ടിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ഗൈസ് ജ്യൂസ് ജാക്കിങ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഇമാനുവൽസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്ത് തേങ്ങയാണ് ജ്യൂസ് ജാക്കിങ്? ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പബ്ലിക് ചാർജിങ് ബൂത്ത്സിലുള്ള USB കേബിൾസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വോൾ ചാർജർ, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോണിന്റെ ചാർജർ പവർ മാത്രമാണ് നമ്മുടെ ഫോണിലോട്ട് കൊടുക്കുന്നത്. പക്ഷേ ഒരു USB കേബിളിന് പവറും കൊടുക്കാണ്ട് പറ്റും, അതിനോടൊപ്പം തന്നെ ഡാറ്റയും ഇങ്ങോട്ടേക്കും അല്ലെങ്കിൽ അങ്ങോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. സോ ഹാക്കേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ ഒരു കേബിൾസിനെ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഓൾറെഡി മോഡിഫൈ ആയിട്ടുള്ള കേബിൾസ് അവിടെ കണക്ട് ചെയ്തിട്ട് പോവുകയോ ചെയ്യും. സോ ആ ഒരു സമയത്ത് നമ്മുടെ ഫോൺ ആ ഒരു കേബിൾ കുത്തി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഹാക്കേഴ്സിന് നമ്മുടെ ഫോണിലോട്ട് ഒരു മാൽവെയർ ഇൻസ്റ്റാൾ ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ നമ്മുടെ കൺസെന്റ് ഇല്ലാതെ കോപ്പി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സോ കോപ്പി ചെയ്തുകൊണ്ട് പോകാനുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ, എല്ലാം പാളും. അങ്ങ് 2011 ക്രെബ് ഓൺ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ റിസർച്ച് ഫേം ഈ ഒരു ജ്യൂസ് ജാക്കിങ് എന്താണെന്ന് പറയുകയും അതിനെപ്പറ്റി ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തുകയും ചെയ്തിരുന്നു. അവർ ആദ്യമേ ഒരു ചാർജിങ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്തു. അതായത് ആ ഒരു ചാർജിങ് സ്റ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈസിന് എത്ര എളുപ്പത്തിലാണ് ആ ഡിവൈസിനകത്തുള്ള ഡാറ്റ എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് അതിനകത്ത് കാണിക്കും. ഇപ്പോൾ റീസെന്റ് ആയിട്ട് പോലും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസും ഇൻക്ലൂഡിംഗ് ലോസ് ഏഞ്ചലസ് ഡിസ്ട്രിക്ട് അറ്റോർണീസ് ഓഫീസും, അതായത് എല്ലാ ട്രാവലേഴ്സിനോടും അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ, ഈ ചാർജിങ് ബൂത്തിനെ എല്ലാം കംപ്ലീറ്റ്ലി തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട്. ഏറ്റവും വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം നമ്മുടെ ഡാറ്റ എല്ലാം കോപ്പി ചെയ്തുകൊണ്ട് പോകും എന്നതാണ്. സപ്പോസ് നിങ്ങളൊരു ഗവൺമെന്റ് ഒഫീഷ്യലാണ്, അതുപോലെ തന്നെ ഒരു ബിസിനസ് മാൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും ഫയൽസ് ഒക്കെ ഉണ്ടാവും, അതെല്ലാം അവർ കോപ്പി ചെയ്തുകൊണ്ട് പോകും. ആ സമയത്ത് വളരെ വലിയൊരു പ്രശ്നമുണ്ടാകും. ഇത്രയും കേട്ടില്ലേ, ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള വഴിയും കൂടെ കേൾക്കും. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു ചാർജറെ കൊണ്ട് നടക്കുക, നിങ്ങളുടെ ആ ഒരു ചാർജർ പ്ലഗിൽ കുത്തി മാത്രം ചാർജ് ചെയ്യുക. സോ നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ തന്നെ ചാർജറാണ്, അത് പവർ മാത്രമേ ഡെലിവർ ചെയ്യൂ എന്നുള്ളതിനെ പറ്റി. ഇനിയിപ്പോൾ ചാർജറൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പവർ ബാങ്കിങ്ങിനും കൊണ്ട് നടക്കും. ഇപ്പോൾ സാംസങ് പോലത്തെ ഫോണുകളാണെങ്കിൽ അതിനകത്ത് സെറ്റിംഗ്സിൽ പോയിട്ട് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഓപ്ഷൻസിൽ ഓട്ടോ ബ്ലോക്കർ എന്നുള്ള ഫീച്ചർ ഓൺ ആക്കി ഇടുകയാണെങ്കിൽ ഈ ഒരു ജ്യൂസ് ജാക്കിങ് പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. എൻ്റെ ഈ സാംസങ് ഫോണൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ആമസോണിലൊക്കെ ഡേറ്റ ബ്ലോക്കർ എന്ന് പറഞ്ഞ കേബിൾസൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ അത് വാങ്ങിയിട്ട് നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്തിട്ട് അതുവഴി ചാർജ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു പ്രശ്നം സംഭവിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ചാർജ് ചെയ്യാൻ വെക്കുക. സോ എങ്ങാനും ഡാറ്റ അവിടെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺപ്ലഗ് ചെയ്യാനുള്ള ഒരു സമയം അവിടെ ലഭിക്കുന്നുണ്ട്. പബ്ലിക് ചാർജിങ് ബൂത്ത്സിൽ മാത്രമല്ല, ചുമ്മാ എവിടെയെങ്കിലും കിടക്കുന്ന കേബിൾസ് എടുത്തൊന്നും നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാതിരിക്കുക. അത് ഡിസ്ഗൈസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ മോഡിഫൈഡ് ഒക്കെ ആയിരിക്കും. സോ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയും ഗുഡ് ബൈ.